ഹെജു ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ KSTA നടത്തിയ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു പാസേജ് വായിച്ചിട്ട് അതിലെ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. In a small village, a young child noticed that some families did not have enough food. എന്താണ്? ചെറിയൊരു ഗ്രാമത്തിൽ എ യങ് ചൈൽഡ്, ഒരു ചെറിയ കുട്ടി, നോട്ടീസ്ഡ്. എന്താ നോട്ടീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു. എന്താ ശ്രദ്ധിച്ചത്? ദാറ്റ് സം ഫാമിലീസ് ഡിഡ് നോട്ട് ഹാവ് ഫുഡ്. ചില ഫാമിലീസിന് എന്തില്ല? ഫുഡ് ഇല്ല, ഭക്ഷണമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിംഗ് ദ പ്രോബ്ലം, ദ ചൈൽഡ് ഡിസൈഡഡ് ടു ഹെൽപ്പ്. അപ്പം ഈ ഒരു പ്രശ്നം ഇഗ്നോർ ചെയ്യുന്ന, ഒഴിവാക്കാതെ ഈ കുട്ടി എന്ത് ചെയ്തു? അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. The child spoke to friends and neighbors and asked them to share a little food from their homes. Then എന്താണ് കുട്ടി ചെയ്തത്? Spoke to friends and neighbors. അവൾ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും അയൽവാസികളുടെ അടുത്തൊക്കെ ഇത് സംസാരിക്കുകയും അവരുടെ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് ഫുഡ് ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. Soon rice, vegetables and fruits were collected. അങ്ങനെ അവൾ എന്തൊക്കെ ശേഖരിച്ചു? റൈസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. Every afternoon, the child and friends carried the food together and gave it to the needy families. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാ ആഫ്റ്റർനൂണും അവരെന്താ ചെയ്തത്? ദ ചൈൽഡ്, ഒറ്റയ്ക്കാണോ? അല്ല, ദ ചൈൽഡ് ആൻഡ് ഫ്രണ്ട്സ് ക്യാരിഡ് ദ ഫുഡ് ടുഗെദർ. അവരൊരുമിച്ച് അത് എന്ത് ചെയ്തു? ക്യാരി ചെയ്തു. എന്നിട്ട് ആർക്ക് കൊടുത്തു? ആൻഡ് ഗേവ് ഇറ്റ് ടു ദ നീഡി ഫാമിലീസ്. ആവശ്യക്കാർക്ക് കൊടുത്തു. നോ വൺ ആസ്ക്ഡ് ഫോർ പ്രൈസ് ഓർ റിവാർഡ്. പക്ഷെ ആരും തന്നെ ഈ ചെയ്യുന്ന, ഈ ഫുഡ് കൊടുക്കുന്ന ആരും തന്നെ എന്ത് ചോദിച്ചില്ല? അവരെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവരെ തന്നെ പൊക്കി പറയേ, അല്ലെങ്കിൽ ഒരു റിവാർഡ്, എന്തെങ്കിലും ഒരു അംഗീകാരം, ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ ഫുഡ് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അംഗീകാരം വേണം എന്നൊന്നും ആരും ചോദിച്ചില്ല. The child felt happy because helping others brought joy and hope to the village. പക്ഷെ ഈ കുട്ടിക്ക് ഹൗ ഷീ ഫെൽറ്റ്, കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവൾക്ക് എന്ത് വന്നു? ഒരു ആനന്ദം. ആൻഡ് ഓൾസോ ഹോപ്പ് ടു ദ വില്ലേജ്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയും കൂടായിരുന്നു. സ്ലോലി ദ പീപ്പിൾ ലേൺ ദാറ്റ് ഷെയറിംഗ് ആൻഡ് ടീം വർക്ക് കുഡ് ചേഞ്ച് ലൈഫ്സ്. അല്ലെ, അതിലൂടെ പതിയെ പതിയെ അവർക്ക് എന്ത് മനസ്സിലായി? അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായി, which is important, sharing and teamwork could change lives. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്തിനു കഴിയും? ഷെയറിങ്. നമുക്കുള്ളത് നമുക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. ആൻഡ് ടീം വർക്ക്, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ടീമായിട്ട്, നമ്മൾ ഒരുമയോടുകൂടി ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 11th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് ഓഫ് ദ പാസേജ്? ചോദ്യം എന്താണ്? ഈ ഒരു പാസേജിന്റെ മെസ്സേജ് എന്താണ്? ഓപ്ഷൻ എ, ചിൽഡ്രൻ ഷുഡ് കളക്ട് ഫുഡ്. എന്താണ്? കുട്ടികൾ ഫുഡ് കളക്ട് ചെയ്യണം. ബി, വില്ലേജേഴ്സ് ഫേസ് മെനി പ്രോബ്ലംസ്. ഗ്രാമത്തിലെ ആളുകൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സി, ഷെയറിംഗ് ആൻഡ് കൈൻഡ്നസ് ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. നമ്മൾ ഷെയർ ചെയ്താൽ നമ്മളെ കയ്യിലുള്ളത് പങ്കുവെക്കുക. അതേപോലെ കൈൻഡ്നസ് വേണമല്ല, ദയ. ഇതൊക്കെ നമുക്ക് ദയയും ഷെയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? ഇതിലൂടെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം. ഓപ്ഷൻ ഡി, ഫുഡ് ഷുഡ് ബി സേവ്ഡ്. ഫുഡ് സേവ് ചെയ്യണം, ഫുഡ് സേവ് ചെയ്ത് വെക്കണം. So which is the correct answer? Which is the main message of the passage? The answer is option C. അല്ലെ, ഇതുമായി ബേസ് ചെയ്തിട്ട് വരുന്നതിൽ പറഞ്ഞ കാര്യങ്ങൾ കുറെ കറക്റ്റ് ശരിയാണ്. പക്ഷെ എന്താണ് ഈ അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? പാസേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് എന്താണ്? അപ്പം ഓപ്ഷൻ സി, ഷെയറിംഗ് ആൻഡ് കൈൻഡ്നസ് ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12, the word collected in the passage means, അല്ലെ, they collected the food എന്ന് പറയുന്നുണ്ട് അല്ലെ. അവര് കളക്ട് ചെയ്തു.
എന്നതുകൊണ്ട് ദ വേർഡ് കളക്റ്റഡ് ഇൻ ദ പാസേജ് മീൻസ് അതിന്റെ മീനിങ് എന്താണ്? ഓപ്ഷൻ എ കുക്ക്ഡ്. എല്ലാവർക്കും അറിയാം കുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പാചകം ചെയ്യുക, അതാണോ? ഗ്യാതേർഡ്. ഗ്യാതേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാദർ ചെയ്തു, ഒരു സ്ഥലത്ത് ഒത്തുകൂടി, അല്ലെങ്കിൽ ഗ്യാദർ ചെയ്തു എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, അല്ലെ? അതിന് രണ്ട്, ഗ്യാദർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗ്യാദർ, ദ പീപ്പിൾ ഗ്യാദർ എന്ന് പറയുമ്പോൾ എന്താണ്? ആളുകൾ ഒത്തുകൂടി, ഒരുമിച്ച് കൂടി, അല്ലെ? ദ സീഡ്സ് ആർ ഗ്യാതേർഡ്. സീഡ്സ് ആർ ഗ്യാതേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീഡ്സ് എല്ലാം ഒരുമിച്ച് കൂട്ടി. സേവ്ഡ്. സേവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിച്ചു. ഷെയർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുക. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ ഹിയർ? യെസ്, ഓപ്ഷൻ ബി, gathered, collected. Okay. Question number 13. Choose the statement that is true according to the passage. അപ്പൊ ഈ ഒരു പാസേജുമായി റിലേറ്റ് ചെയ്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങളടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ, ദ ചൈൽഡ് ignored the problem because it was difficult to solve. കുട്ടി ആ പ്രോബ്ലം ഇഗ്നോർ ചെയ്തതിന് കാരണം, ഇഗ്നോർ ചെയ്തു, അതിന് കാരണം എന്താ? ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു സോൾവ്. അത് പരിഹരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓപ്ഷൻ ബി, ദ ചൈൽഡ് കളക്റ്റഡ് ഫുഡ് അലോങ് വിത്തൗട്ട് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരാരും സഹായം ചോദിക്കാതെ കുട്ടി ഒറ്റയ്ക്കാണ് ഫുഡ് കളക്ട് ചെയ്തത്. ഓപ്ഷൻ സി, ദ പീപ്പിൾ ഹെൽപ്ഡ് ഓൺലി ടു ഗെറ്റ് പ്രൈസ് ആൻഡ് റിവാർഡ്. അവിടെയുള്ള ആളുകൾ അവളെ സഹായിക്കാൻ കാരണം എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? പ്രൈസ് ആൻഡ് റിവാർഡ്, അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടുത്തെ ആളുകൾ അവളെ സഹായിച്ചത്. ഓപ്ഷൻ ഡി, ദ ചൈൽഡ് ആൻഡ് ഫ്രണ്ട്സ് ഷെയർഡ് ഫുഡ് വിത്ത് നീഡി ഫാമിലീസ് എവറി ആഫ്റ്റർനൂൺ. എന്താണ്? കുട്ടിയും അവളുടെ കൂട്ടുകാരും എന്ത് ഷെയർ ചെയ്തു? ഫുഡ് ഷെയർ ചെയ്തു. ആരുമായിട്ട്? ആവശ്യക്കാർക്ക് ഫുഡ് എത്തിച്ചു. എല്ലാ ആഫ്റ്റർനൂണും അവരെത്തിച്ചു ഫുഡ് ആവശ്യമുള്ള ആൾക്കാർക്ക്. സോ വിച്ച് ഇസ് ട്രൂ അക്കോർഡിംഗ് ടു ദ പാസേജ്? ഏതാണ്? ഓപ്ഷൻ ഡി, അല്ലെ? വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 14. Read the sentences given below. Choose the correct order in which the events happened in the passage. അപ്പൊ എന്താണ് കറക്റ്റ് ഓർഡർ? സ്റ്റോറീന്റെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെന്താണ് തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇവന്റ്സ് ഹാപ്പൻഡ് അത് നിങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് എഴുതണം. ഓക്കെ, ഓപ്ഷൻ എ, ഫുഡ് വാസ് ഗിവൺ ടു ദ നീഡി ഫാമിലീസ്. ആവശ്യക്കാർക്ക് ഭക്ഷണം കൊടുത്തു. ബി, ദ ചൈൽഡ് സ്പോക്ക് ടു ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ് ഫോർ ഹെൽപ്പ്. കുട്ടി ഫ്രണ്ട്സിനോടും നൈബേഴ്സിനോടൊക്കെ സഹായം ചോദിച്ചു. സി, ദ ചൈൽഡ് നോട്ടീസ് ദാറ്റ് സം ഫാമിലീസ് ലാക്ക്ഡ് ഫുഡ്. കുറച്ചു പേർക്ക് എന്ത് കിട്ടുന്നില്ല? ഫുഡ് കിട്ടുന്നില്ല. ഡി, റൈസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വർ കളക്റ്റഡ്. റൈസും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ അവർ കളക്ട് ചെയ്തു. സോ ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? ആദ്യം കുട്ടി ചെയ്ത കാര്യം എന്താണ്? ഫസ്റ്റ് വൺ ഇതാണ്, അല്ലെ? ദ ചൈൽഡ് നോട്ടീസ് ദാറ്റ് സം ഫാമിലീസ് ലാക്ക്ഡ് ഫുഡ്. ചിലവർക്ക് ഫുഡ് ഇല്ല എന്നുള്ളത് അവള് നോട്ടീസ് ചെയ്തു, ശ്രദ്ധിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? രണ്ടാമത് ആ കുട്ടി എന്താ ചെയ്തത്? ദ ചൈൽഡ് സ്പോക്ക് ടു ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ് ഫോർ ഹെൽപ്പ്. സഹായത്തിനായിട്ട് സംസാരിച്ചു. മൂന്നാമതായിട്ട് എന്താ ചെയ്തത്? എന്തൊക്കെ കളക്ട് ചെയ്തു അവര്? റൈസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വർ കളക്റ്റഡ്, അല്ലെ? ആൻഡ് ലാസ്റ്റ് അവരെ എന്ത് ചെയ്തു? അവസാനം കളക്ട് ചെയ്തതൊക്കെ ഫുഡ് വാസ് ഗിവൺ ടു ദ നീഡി ഫാമിലീസ്. ആവശ്യക്കാർക്ക് അവര് കൊടുത്തു. അപ്പൊ ഏതാണ് ഇതിൽ ഓപ്ഷൻസ്? നമ്മൾ ഇതിലല്ല ചെയ്യേണ്ടത്. ഏതാണ്? താഴെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഇസ് ദ കറക്റ്റ് സീക്വൻസ്? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണ്? സി, ബി, ഡി, എ. അപ്പൊ ഇതിൽ ആ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, അല്ലെ? ഏതാണ്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ, അല്ലെ? സി, ബി, ഡി, എ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. When a sound was heard from outside, the little girl looked secretly through the window. എന്താണ്? When a sound was heard from outside, പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടപ്പം the little girl looked secretly. എങ്ങനെയാ ലിറ്റിൽ ഗേൾ നോക്കിയത്? പുറത്തത്തെ സൗണ്ട് എങ്ങനെയാ നോക്കിയത്? looked secretly. മെല്ലെ, ഒളിഞ്ഞു പത്തി മെല്ലെ നോക്കിയ, അല്ലെ? ത്രൂ ദ വിൻഡോ. ഏതിലൂടെ നോക്കിയ? ജനലിലൂടെ. ആരും കാണാതെ മെല്ലെ സീക്രട്ട് ആയിട്ട് നമ്മൾ നോക്കൂലേ?
അല്ലേ? യെസ്, ലുക്ക്ഡ് സീക്രട്ട്ലി. ഫൈൻഡ് അനദർ വേർഡ്. എന്താണ് കണ്ടെത്തേണ്ടത്? ഫൈൻഡ് അനദർ വേർഡ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ഫൈൻഡ് അനദർ വേർഡ് ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡ് ഏതാണ്? ലുക്ക്ഡ് ആണ് അല്ലേ? ലുക്ക്ഡ് സീക്രട്ട്ലി. ലുക്ക്ഡ് ആണ് അണ്ടർലൈൻ ചെയ്തത്. പക്ഷെ ഇവിടെ ലുക്ക്ഡ് സീക്രട്ട്ലി വരുമ്പോഴാണ് ശരിക്കും ആ ഒരു വേർഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഏതാണ് വരിക? ഓപ്ഷൻ എ, പുൾഡ് ഔട്ട്. പുൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വലിച്ചു പുറത്തേക്ക് ഇടുക അല്ലെ? പീപ്ഡ് ഔട്ട്, പീപ്പിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? പീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒളിഞ്ഞു നോക്കുക. സ്പ്രെഡ് ഔട്ട്, നന്നായിട്ട് പരന്ന് കിടക്കുക. ടേൺഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടേൺഡ് ഔട്ട്, ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി, ടേൺഡ് ഔട്ട് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി റൈറ്റ്, ഇത് ശരിയാണ് അല്ലെ? ആ ഒരു മീനിങ് വരുന്നതാണ് ടേൺഡ് ഔട്ട്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലുക്ക്ഡ് സീക്രട്ട്ലി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി അല്ലെ? ഏതാണ്? പീപ്ഡ് ഔട്ട്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 16. ചൂസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് പെയേഴ്സ്. അല്ലെ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് റൈമിംഗ് വേർഡ്സ് അല്ലെ? ദ വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് ദ സെയിം സൗണ്ട് അല്ലെ? സെയിം സൗണ്ട്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ റൈമിംഗ് പെയേഴ്സ് ആണ്. കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് പെയേഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. ഓപ്ഷൻ എ, ടുക്ക് ബുക്ക്. സ്ലോ സിംഗ് ആണോ? അല്ല. വാക്ക് ടോക്ക്. യെസ്, അതെ അല്ലെ? ഓപ്ഷൻ ബി, സ്ലോ ഗ്ലോ ആണല്ലോ. ടുക്ക് ലുക്ക് ആണല്ലോ. വാക്ക് ടോക്ക്, ഇത് കറക്റ്റ് ആണോ? യെസ്, സെയിം സൗണ്ട് ആണ് നമ്മൾ പറയുമ്പോൾ വരുന്നത് അല്ലെ? അടുത്ത ഓപ്ഷൻ സി, ബുക്ക് വാക്ക്, ടുക്ക് ടോക്ക്, സിംഗ് സ്ലോ ആണോ? അല്ല, അത് തെറ്റാണ് അല്ലെ അവിടെ. ഓപ്ഷൻ ഡി, സിംഗ് ബുക്ക്, അത് തന്നെ തെറ്റാണ്. ടുക്ക് ലുക്ക്, അത് കറക്റ്റ് ആണ്. വാക്ക് ടോക്ക്, അത് കറക്റ്റ് ആണ്. സോ വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ? എല്ലാം കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് പെയേഴ്സ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് അല്ലെ? കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് ഏതാണ്? ന്യൂമറസ്. ഏതാണ് വേർഡ്? ന്യൂമറസ്. ന്യൂമർ അല്ലെ? ന്യൂമർ അസ്, ന്യൂമറസ് ഇങ്ങനെ പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഓക്കെ, നമ്മൾ അതിന്റെ സൗണ്ട് വെച്ചിട്ട് എഴുതി പഠിച്ചാലേ നമുക്ക് സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ന്യൂമറസ്, ഇത് ഇതുണ്ടോ? MA വരുമ്പോ എന്താ? മാന്നാ വായിക്കുക അല്ലെ? ന്യൂമറസ് അല്ലെ? ഇതോ ന്യൂമെറീസ്, മീ ആണ്. ME വരുമ്പോ എന്താ? മീ ആണ്. ന്യൂമെറീസ്. RE വരുമ്പോ എന്താണ്? MERE വരുമ്പോ എന്താണ്? ന്യൂമെറി വന്നു അല്ലെ? റോ, ന്യൂമറസ് അല്ലെ? ദെൻ ഇതോ ന്യൂമറോസ്. അപ്പൊ അത് വായിച്ചാൽ തന്നെ കിട്ടും. ആ സൗണ്ട് വെച്ച് നിങ്ങൾ ആ വേർഡ് വായിക്കണം. അപ്പൊ ഇതിൽ കറക്റ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. Question number 18. Some words with similar meaning are given below. Identify the false one. എന്താണ്? The words with similar meaning. Similar, രണ്ടിന്റെ മീനിങ്ങും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനത്തെ സെറ്റുകളാണ് താഴെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇതിൽ ഏതാണ്? ഫോൾസ് വൺ. ഐഡന്റിഫൈ ദ ഫോൾസ് വൺ. തെറ്റായത് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ എന്താണ്? റിമെമ്പർ, റീകോൾ. റിമെമ്പർ ചെയ്യുക, ഓർക്കുക. റീകോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ തന്നെയാണ്? ഓർക്കുക. ഓപ്ഷൻ ബി, ഗ്രാബ് അല്ലെങ്കിൽ സ്നാച്ച്. രണ്ടും നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ്? പെട്ടെന്ന് എടുക്കുക, തട്ടിപ്പറിച്ചെടുക്കുക അല്ലെ? യെസ്. ഓപ്ഷൻ സി, അഡ്മിറ്റ്, ഡിനേ. അഡ്മിറ്റ് ചെയ്യുക, ഒരു കാര്യം അഡ്മിറ്റ് ചെയ്യുക, സമ്മതിക്കാം. ഡിനേ എന്ന് പറഞ്ഞാൽ എന്താ? ഡിനേ ചെയ്യാൻ, ഞാനത് ചെയ്തിട്ടില്ല അല്ലെ? ഡിനേ ചെയ്യാൻ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം അല്ലെ? ആ കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. അഡ്മിറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ത്? ഞാൻ ചെയ്തു, ആ കാര്യം ഞാൻ സമ്മതിക്കുന്നു, ഇത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഡിനേ. ഓക്കെ. റിയലൈസ്. റിയലൈസ്, ഒരു കാര്യം റിയലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ്, എന്ത് തന്നെയാണ്? മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് ഏതാണ് ഫോൾസ് വൺ? ഏതാണ്? റിമെമ്പർ, റീകോൾ അല്ലെ? ഓർക്കുക. ഗ്രാബ്, സ്നാച്ച്,
തട്ടിപ്പറിച്ചെടുക്കുക. റിയലൈസ്, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അപ്പൊ അഡ്മിറ്റ്ഡിനെയാണ് ഇവിടുത്തെ എന്ത് false 1. പക്ഷെ false 1-ൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇങ്ങനെ മാർക്ക് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? false 1 ആണ് ചോദിച്ചിട്ട് false 1 ആണല്ലോ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും തെറ്റിട്ട് കളയാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്ത് false 1 കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എന്തിട്ടോളാം, ടിക്ക് ചെയ്തോളാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19. ചൂസ് ദ കറക്റ്റ് ഡിസ്ക്രൈബിംഗ് വേർഡ് adjective to complete the sentence. അപ്പം നമ്മളടുത്ത് ചോദിച്ചത് എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ്. ഡിസ്ക്രൈബിംഗ് വേർഡ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? adjective. അല്ലെ? നമ്മൾ ഒരു നൗണിന്റെ കൂടെ, നൗൺ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നൗൺ എന്താണ്? നൗൺ? അതൊരു പീപ്പിളിന്റെ പേരാവാം, പ്ലേസസിന്റെ പേരാവാം, ആനിമൽസിന്റെ പേരാവാം, തിങ്ങിന്റെ പേരാവാം. ഇതാണ് നൗൺ. ഈ നൗണിന്റെ മുൻപേ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മുൻപേ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത്? നൗണിന്റെ മുൻപേ യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റെഡ് ആപ്പിൾ. സോ ആപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു തിങ് ആണ്, ഒരു സാധനമാണ് അല്ലെ? അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രൈബിങ് ആ ആപ്പിൾ എങ്ങനത്തെയാണ് അല്ലെ എന്താണെന്നുള്ളത് കാണിക്കുന്ന വേർഡ് ഏതാണ്? ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് അതാണ്. ആപ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്? റെഡ് ആണ്. സോ ഇറ്റ് ഇസ് റെഡ് ആപ്പിൾ. ഓക്കെ. ഇനി വേറെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ബ്ലൂ സ്കൈ അല്ലെ? അപ്പം സ്കൈനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്? ബ്ലൂ ആണ്. മനസ്സിലായോ? ക്യൂട്ട് കാറ്റ്. ക്യൂട്ട് കാറ്റ് അല്ലെ? ഇവിടെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അനിമൽ ആണ്. അപ്പൊ ഈ കാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്ത് എങ്ങനത്തെ കാറ്റ് ആണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ് ഏതാണ്? ക്യൂട്ട് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ക്യൂട്ട് എന്താണ്? ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ്, അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഡാഷ് കാറ്റ് ക്ലൈംബ്ഡ് ദ വാൾ. അപ്പൊ ഇതില് കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാറ്റ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. അപ്പം ഇതില് ഏതാണ്? അപ്പൊ അതിന്റെ മുന്നേ വരുന്നത് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഒരു അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? അപ്പം ക്വിക്ലി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്. ജമ്പ് എന്ന് പറഞ്ഞാൽ ചാടുക. ക്ലൈംബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അതിന്റെ മുകളിൽ പറ്റി പിടിച്ച് ക്ലൈംബ് ചെയ്ത് കയറുക അല്ലെ? ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പ് എന്നാണ്. അപ്പൊ ദ ക്വിക്ലി കാറ്റ് ക്ലൈംബ്ഡ് ദ വാൾ ആണോ? ദ ജമ്പ് കാറ്റ് ആണോ? ദ ക്ലൈംബ് കാറ്റ് ആണോ? ദ ബ്ലാക്ക് കാറ്റ് ആണോ? അപ്പൊ ഇവിടെ അഡ്ജക്റ്റീവ് ഏതാണ് വരിക? ദ ബ്ലാക്ക് കാറ്റ് അല്ലെ? അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ബ്ലാക്ക്. ഓപ്ഷൻ ഡി ബ്ലാക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 20. Alone we can do so little. Together we can do so much. Means എന്താണ്? Alone we can do so little. ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ, ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ടുഗെദർ വി ക്യാൻ ഡു സോ മച്ച്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം അല്ലെ? എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെ? നിങ്ങൾ ഈ ഒരു തീം ബേസ് ചെയ്ത് ഒരു യൂണിറ്റ് തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ? എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു സെന്റൻസ് കൊണ്ട്, ഈ ഒരു കോട്ട് കൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? Alone we can do so little, together we can do so much. Means ഓപ്ഷൻ എ, all that glitters is not gold. അല്ലെ? നിങ്ങൾക്കറിയാം മിന്നുന്നതെല്ലാം എന്താവണമെന്നില്ല, പൊന്നാവണം എന്നില്ല. ഓപ്ഷൻ ബി, where there is a will there is a way. എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അതിനൊരു വഴി ഉണ്ടാവും, അത് ചെയ്യാനൊരു വഴി ഉണ്ടാവും അല്ലെ? അടുത്തെന്താ? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. എന്താണ്? ഒരുമയാണ് ശക്തി അല്ലെ? ഒരുമയോടെ നിന്നാൽ എന്താണ്? നമുക്ക് എന്തും ചെയ്യാം, അതിനുള്ള ശക്തി നമുക്ക് ഉണ്ടാവും അല്ലെ? യെസ്. ഓപ്ഷൻ ഡി, ലുക്ക് ബിഫോർ യു ലീപ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എടുത്തുചാട്ടം നന്നല്ല എന്ന് പറയില്ലേ? നമ്മള് പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിന്റെ മുന്നേ നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യരുത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? ആൻസർ ഏതാ വരിക? യെസ്, ഓപ്ഷൻ സി അല്ലെ? ഏതാണ്? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഏതാണ് ആൻസർ വരിക? യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മളുടെ ഡിസ്കോഴ്സ് ആണ്. നിന്നു ഹാസ് ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. നിന്നു ഇപ്പൊ എന്തൊക്കെ പഠിച്ചു?
വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചു. Her neighbor is surprised to hear her clear and fluent reading. അപ്പൊ അവള് വളരെ ക്ലിയർ ആയിട്ടും ഫ്ലുവൻ്റ് ആയിട്ടും വായിക്കുന്നത് കണ്ടപ്പോൾ ആർക്കും അതിശയം തോന്നി, അവളുടെ അയൽവാസിക്ക് അതിശയം തോന്നി. Prepare the conversation between the neighbor and Ninnu. അപ്പൊ ഇവിടെ നമ്മൾ ആരും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. നൈബറും നിന്നും തമ്മിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും. ഇവിടെ നൈബർ പറഞ്ഞ ഒരു ഡയലോഗ് തന്നിട്ടുണ്ട് അല്ലെ. എന്താ നൈബർ ചോദിക്കുന്നത്? ഹൗ ഡിഡ് യു ലേൺ ടു റീഡ്? നീ എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത് അല്ലെ, അതിശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ എന്തൊക്കെ സംഭാഷണം നടന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് വേണം ആദ്യം തന്നെ ഒന്ന് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിക്കാം എന്തൊക്കെ അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവും. നീ എങ്ങനെയാ വായിക്കാൻ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി ആരെ പേരായിരിക്കും പറയാ? നിന്നു. ഞങ്ങളത് പഠിപ്പിച്ചത് ദീദിയാണ് എന്ന് പറയല്ലേ. അപ്പൊ നൈബർ ചോദിക്കും ആരാണ് ദീദി എന്ന് ചോദിക്കും അല്ലെ. അപ്പം ദീദിയെ കുറിച്ച് പറയാം. നൈബർ ചോദിക്കും എന്താ പറയാ? നീ നന്നായിട്ട് വായിച്ചു അല്ലെ, എനിക്ക് നിന്റെ ദീദിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു റഫ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എന്തെഴുതും എന്നുള്ള ഒരു ഇത് അപ്പപ്പ ആലോചിക്കാതെ ഒന്നായിട്ട് നിങ്ങൾ എന്തെഴുതും ഞാനിതിൽ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് എഴുതിയാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺവെർസേഷൻ എഴുതാൻ പറ്റും. സോ നൈബർ എന്താ പറയുന്നത്, എന്താ ചോദിച്ചത്? ഹൗ ഡിഡ് യു ലേൺ ടു റീഡ്? നീ എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചത്? അപ്പൊ നിന്നു പറയാണ് ഞാൻ വായിക്കാൻ പഠിച്ചത് എൻ്റെ ദീദി എന്നെ സഹായിച്ചത് മൂലമാണ്, എൻ്റെ ദീദിയുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഇവിടെ ഞാൻ പഠിച്ചത്, വായിക്കാൻ പഠിച്ചത് എങ്ങനെയാ പറയാ? ഐ ലേൺഡ് അല്ലെ. ഐ ലേൺഡ് എന്തിനു? ടു റീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ദീദി അല്ലെ. യെസ്. അപ്പൊ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും എന്തിട്ടിരിക്കണം? ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കണം. ഓക്കെ, അപ്പൊ നൈബർ ചോദിക്കും ദീദി അല്ലെ. ദീദി അവർക്ക് അറിയില്ല ദീദി ആരാന്ന്. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. എന്നിട്ട് എന്താ ചോദിക്കുക? ഹൂ ഇസ് ദീദി അല്ലെ, ആരാണ് ദീദി എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എന്തിട്ട് കൊടുക്കണം? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കണം. സോ അടുത്തത് നിന്നു റിപ്ലൈ എന്താ കൊടുക്കുക? ദീദി ആരാന്ന് ചോദിക്കുമ്പോൾ എന്താ പറയാ? ഷീ ഈസ് അവർ ടീച്ചർ. അവൾ ഞങ്ങളുടെ ആരാണ്? ടീച്ചറാണ്. ഷീ ടോട്ട് us ഹൗ ടു റീഡ്. അവളാണ് ഞങ്ങളെ എങ്ങനെ ഇത് വായിക്കണം എന്ന് പഠിപ്പിച്ചത്. ആരാണ്? അവളാണ്. ഷീ ഗേവ് us vibrant books with beautiful illustrations. അവൾ എന്ത് തന്നു? വൈബ്രന്റ് ആയിട്ടുള്ള കളർഫുൾ ബുക്സ് തന്നു അല്ലെ. ബ്യൂട്ടിഫുൾ ഇലിസ്ട്രേഷൻസ്. എന്തായിരുന്നു ഇലിസ്ട്രേഷൻസ്? പിക്ചേഴ്സ് ഉള്ള ബുക്കുകൾ കൊടുത്തു. ആൻഡ് വി സ്റ്റാർട്ടഡ് റീഡിങ്. അങ്ങനെയാണ് അവർ എന്ത് തുടങ്ങുന്നത്? വായിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടീച്ചർ ഷീ ഗേവ് us vibrant books with beautiful illustrations അല്ലെ. ഇത് സെയിം എന്താണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ മാക്സിമം നമുക്ക് അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച സെന്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എന്ത് ചെയ്യാം? ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അടുത്തത് നൈബർ എന്താ പറയാ? ഹോ ദാറ്റ്സ് സോ നൈസ് അല്ലെ. അത് നന്നായിട്ടുണ്ട്. യു റീഡ് ക്ലിയർലി ആൻഡ് ഫ്ലുവൻലി. ഇത് ഞാൻ എവിടെ നിന്ന് എടുത്തതാ? ക്വസ്റ്റ്യൻ തന്നെ എടുത്തതാ അല്ലെ. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പം ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം എന്തെങ്കിലും കാര്യം അതിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയതുണ്ടെങ്കിൽ അതും ഇങ്ങ് എടുത്തോളാം. ഓക്കെ, കാരണം എന്താ? സ്പെല്ലിംഗ് ഒക്കെ അതിൽ തന്നെ ഉണ്ടാവും. യു റീഡ് ക്ലിയർലി ആൻഡ് ഫ്ലുവൻലി. നീ വളരെ ക്ലിയർ ആയിട്ടും ഫ്ലുവൻ്റ് ആയിട്ടും വായിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ നൈബർ പറയുന്നത്? ഐ വോണ്ട് ടു സീ യുവർ ദീദി. എനിക്ക് നിന്റെ ദീദിയെ ഒന്ന് എന്ത് ചെയ്യണം? കാണണം. അപ്പൊ നിന്നു എന്താ പറയുന്നത്? അവള് നന്നായിട്ട് വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും എന്ത് പറയണം? താങ്ക് യു അല്ലെ. നമ്മളോട് ഒരാള് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത അവരോട് അല്ലെ, നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി നമുക്ക് പെൻസിൽ തന്നാൽ നമ്മൾ അവരോട് എന്ത് പറയണം? താങ്ക് യു പറയണം. അപ്പൊ നമ്മളവിടെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞപ്പം നൈബർ പറഞ്ഞപ്പോ നിന്നു എന്ത് പറഞ്ഞു? താങ്ക് യു. എന്നിട്ട് പിന്നെന്താ പറയുന്നത്? നിന്റെ ദീദിയെ കാണണം എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ അവൾ എന്താ റിപ്ലൈ കൊടുത്തത്? ഓഫ് കോഴ്സ് യു ക്യാൻ. തീർച്ചയായും നിങ്ങൾക്ക് കാണാം എന്ന് പറയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കോൺവെർസേഷൻ. ട്രൈ ടു റൈറ്റ് ഇൻ സിമ്പിൾ സെന്റൻസസ്. സിമ്പിളായിട്ട് ആലോചിച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഏത് ഡിസ്കോഴ്സ് ആണെങ്കിലും വളരെ കോംപ്ലക്സ് ആയിട്ട് ചിന്തിക്കാതെ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.